എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. ആ വ്യക്തി നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുമോ എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഈ കത്തുന്ന ചിരാത് ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങളും അവസ്ഥകളും നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ വ്യക്തി മനസ്സിലാക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു കനൽ എരിയുന്നുണ്ട്. അതൊരു ചെറുതാണ്, കാര്യം വലിയ സംഭവങ്ങളൊന്നുമല്ല. പക്ഷെ നിങ്ങളുടെ മനോമണ്ഡലങ്ങളിൽ നിങ്ങൾക്കത് ദുഃഖമായി ഭവിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, മനസ്സിലാക്കുന്ന, എന്നെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്കായി നിങ്ങളുടെ ശക്തി കനിഞ്ഞ് നൽകിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ വ്യക്തി നിങ്ങളുടെ കാര്യങ്ങൾ ചെറുതായി ഒന്ന് മനസ്സിലാക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ വിഷമം വലുതായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അതൊരു വേദനയായി ഭവിച്ചിരിക്കുകയാണ്. ചെറുതാണെങ്കിലും നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കാതെ പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ദുഃഖം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. ആ ദുഃഖത്തിൻ്റെ നിഴൽ നിങ്ങളിൽ നിന്ന് മാറുന്നില്ല. ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സങ്കീർണതകളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയത്. ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഇത്തരം പ്രശ്നങ്ങളിൽ അകപ്പെട്ടുപോയ നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രശ്നം പിടിച്ചൊരവസ്ഥയാണ്. അതിൽ നിന്നും എത്തരത്തിൽ നിങ്ങൾക്ക് രക്ഷ നേടണമെന്ന്, എത്തരത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ഉള്ള ആ ഒരു ദുഃഖം നിങ്ങളിൽ ഇങ്ങനെ സങ്കീർണമായിരിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളെ ഒന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നിങ്ങളുടെ അവസ്ഥ ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും നിങ്ങളുടെ അവസ്ഥ യഥാവിധി ഒന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന സൂക്ഷ്മമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ഉടൻ തന്നെ ലഭിക്കും. കാരണം ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയല്ലാതെ മറ്റൊരു ഉദ്ദേശവും നിങ്ങളിലുണ്ടായില്ല. ഒരു സ്വാർത്ഥമായ ഉദ്ദേശവും നിങ്ങൾക്കുണ്ടായില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ നല്ല ഉദ്ദേശം വിജയിക്കുക തന്നെ ചെയ്യും. ആ നല്ല ഉദ്ദേശത്തിൻ്റെ പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് പോസിറ്റീവായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഉയർന്നു വരാൻ കഴിയും. ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്കെപ്പോഴും ലഭിക്കുക തന്നെ ചെയ്യും. ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നവും ഇല്ലാതെ ആ വ്യക്തി പൂർണ്ണമായി നിങ്ങളെ മനസ്സിലാക്കും. അടുത്തതായിട്ട് നിലവിളക്ക് ഫയലായി സ്വീകരിച്ച ഒരു വ്യക്തികളുടെ റീഡിംഗാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ആഘോഷങ്ങളും ചിരിയും ഒരുമിച്ച് കൂടലും ഒക്കെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. പലപ്പോഴും അതൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ളിൽ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാതെ പോകുന്നതിൻ്റെ വേദന നിങ്ങൾ തളം കെട്ടി കിടക്കുന്നുണ്ട്. ആ വേദന പറഞ്ഞിട്ടും മനസ്സിലാകാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവുന്നു. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി എല്ലാവരും കൂടി സന്തോഷമായിട്ടിരിക്കുന്നപ്പോൾ അതിലാരെങ്കിലും ഒരാൾ മാറി നിന്നപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ട്. എല്ലാവരും ഉണ്ടാകേണ്ടടുത്ത് ഒരാൾ മാത്രം ഒഴിഞ്ഞു നിൽക്കുകയോ ഒരാൾ മാത്രം നിങ്ങളോട് പിണക്കം കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുന്നു. എല്ലാവരും കൂടിയാണ് ആഘോഷമാവുന്നത്, ഉത്സവമാവുന്നത്, സന്തോഷമാവുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ അകന്നു നിൽക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖമാണ്. ആ വ്യക്തി നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുമോ? ആ വ്യക്തി നിങ്ങളെ അറിഞ്ഞ് തിരിച്ചു വരുമോ? ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുമോ? എന്നിത്യാദി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ആ വ്യക്തി നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആ വ്യക്തി നിങ്ങളെ ഉൾക്കൊണ്ടിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഫലം കാണും. ആ വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാക്കാതിരിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച ആത്മാർത്ഥതയുടെ തലം ശ്രദ്ധിക്കാതെ മനസ്സിലാക്കാതെ പോകാൻ ആ വ്യക്തിക്ക് കഴിയില്ല. ആ വ്യക്തി അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ മനസ്സിലാക്കുന്നു, നിങ്ങളെ ഉൾക്കൊള്ളുന്നു, നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള, ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്.
എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. പ്രതിസന്ധികളിൽ ആ വ്യക്തി മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നം ധനമോ അധികാരമോ മറ്റെന്തെങ്കിലും മൂല്യങ്ങൾ ലഭിക്കുകയോ അതൊന്നുമല്ല. നിങ്ങളുടെ പ്രശ്നം ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിരുന്നെങ്കിലെന്ന് മാത്രമാണ്. അങ്ങനെ നിങ്ങളെ മനസ്സിലാക്കാതെ ഇരിക്കാൻ ആ വ്യക്തിക്ക് ആവില്ല. ആ വ്യക്തിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ദുഃഖം ഉണ്ടായിരിക്കുകയാണ്. ആ വ്യക്തിക്ക് അതൊരു കുറ്റബോധമായി മാറുകയാണ്. കാരണം നിങ്ങളെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയത് തെറ്റാണ് എന്ന് ആ വ്യക്തിക്ക് ബോധ്യപ്പെടുകയാണ്. നിങ്ങൾ ആ വ്യക്തിക്ക് ചെയ്ത ഉപകാരങ്ങളും സംരക്ഷണങ്ങളും ആത്മാർത്ഥമായ നിലപാടുകളും ആ വ്യക്തി ഓർക്കുകയാണ്. ആ വ്യക്തിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ട്. മനസ്സിലെ വിഷമം നിങ്ങൾക്കറിയാൻ കഴിയും. ആ വ്യക്തി ഉടൻ തിരിച്ചെത്തും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.